അടച്ചുറപ്പില്ലാത്ത ഒരു വീട്, അവിടെ ഭയത്തോടെ ഉറങ്ങാൻ ശ്രമിക്കുന്ന രണ്ട് സ്ത്രീകൾ. കേരളം ഒരു വലിയ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലായിരുന്ന ആ രാത്രിയിൽ പെരുമ്പാവൂരിലെ ആ കൊച്ചുകൂരയ്ക്കുള്ളിൽ നിന്ന് ഒരു നിലവിളി പോലും പുറത്തു കേട്ടില്ല. താൻ പഠിച്ച നിയമം തന്നെ തൻ്റെ ജീവൻ രക്ഷിക്കുമെന്ന് അവൾ കരുതിയിട്ടുണ്ടാകണം. പക്ഷെ വിധിയും നീതിയും ഒരുപോലെ അവളെ കൈവിട്ടു. കേരളം മനസാക്ഷിയെ പിടിച്ചുലച്ച ജിഷ വധക്കേസിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. നിയമവിദ്യാർത്ഥിനിയായിരുന്ന ജിഷ. ദാരിദ്ര്യത്തോടും അവഗണനയോടും പൊരുതി അവൾ നിയമം പഠിച്ചത് സ്വന്തം അവകാശങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി പോരാടാനുമായിരുന്നു. ഇരിങ്ങോൾ കനാൽ പുറംപോക്കിലെ ഒരു ചെറിയ വീട്ടിൽ അമ്മ രാജേശ്വരിയോടൊപ്പം താമസിക്കുമ്പോഴും അവൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ 2016 ഏപ്രിൽ 28 വൈകുന്നേരം ജോലി കഴിഞ്ഞ് അമ്മ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് മകളുടെ തകർക്കപ്പെട്ട സ്വപ്നങ്ങളും നിശ്ചലമായ ശരീരവുമാണ്. വെറുമൊരു കൊലപാതകമായിരുന്നില്ല അത്. ഡൽഹിയിലെ നിർഭയ കേസിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ ആക്രമണമാണ് ജിഷ നേരിട്ടത്. അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഓരോ മുറിവും കേരളം സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചിരുന്ന ഓരോരുത്തരുടെയും മുഖത്തേറ്റ അടിയായിരുന്നു. തുടക്കത്തിൽ പോലീസിന് പ്രതിയെ കണ്ടെത്താൻ കഴിയാതിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ അതൊരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായി മാറി. പുതിയ സർക്കാർ അധികാരമേറ്റതോടെ അന്വേഷണം ഊർജിതമായി. പോലീസിന് മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച ഒരു ജോഡി ചെരുപ്പും ജിഷയുടെ നഖങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ DNA സാമ്പിളുമാണ്. 49 ദിവസത്തെ നീണ്ട തിരച്ചിലിനൊടുവിൽ തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാം എന്ന പ്രതിയെ പോലീസ് വലയിലാക്കി. ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ശ്രമം തടഞ്ഞതിലുള്ള പകയാണ് ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. 2017 ഡിസംബർ 12 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് വിധിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് നിരീക്ഷിച്ച കോടതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചു. നിയമത്തിന്റെ കോടതിയിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ അടച്ചുറപ്പില്ലാത്ത ആ വീട്ടിൽ ജിഷ അനുഭവിച്ച ഭയത്തിന് പകരം വയ്ക്കാൻ ആ ശിക്ഷയ്ക്ക് കഴിയും. ജിഷയുടെ മരണം വെറും ഒരു കേസ് ഡയറിയിലെ വരികളല്ല, അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമാണ്. അടച്ചുറപ്പുള്ള ഒരു വീടെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് അവൾ മടങ്ങിയത്. ഇന്നും നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് ജിഷമാർ ഭയത്തോടെ കഴിയുന്നുണ്ട്. നിയമം പുസ്തകങ്ങളിൽ മാത്രമാകാതെ ഓരോ പെൺകുട്ടിക്കും സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയുന്ന ഒരിടമായി നമ്മുടെ നാട് മാറുന്ന കാലമാണ് യഥാർത്ഥ നീതി.